ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സുഭാഷ് പാർക്കിലാണ്. ഇപ്പോൾ ഒന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് റിലാക്സ് ആകാൻ വേണ്ടി സുഭാഷ് പാർക്ക് വരെ വന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതിൻ്റെ എൻട്രൻസ് ആണ്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇനി സാധാരണ നോർമലുള്ള ദിവസമൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടാകൊണ്ടാണ്, പക്ഷേ ഇന്ന് വലിയ തിരക്കില്ല. തിങ്കളാഴ്ച ആയതുകൊണ്ടാവാം. പിന്നെ വെള്ളി ശനി ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. രേനിപ്പോൾ ആളെയൊക്കെ ചിരിച്ചു നോക്കി ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ കാണുന്നത് പാർക്കിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കായലാണ്. ഇനി പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. അതെ അതെ അതെ, ഇതിൻ്റെ കുറേ പ്രാവുകൾ തീറ്റയൊന്നും കൊടുക്കുന്നില്ല രേനെ. ഹായ്. ഇനിയിപ്പോൾ കടലിലേക്ക്. ഇത് കായലല്ലേ? കടലല്ലേ? അല്ല, ഇത് കായല. കെട്ടി നിർത്തിയിരിക്കുന്നുണ്ടല്ലോ. ഇത് കായല. ഡോൾഫിൻ ഉള്ളത് ഇവിടെ അല്ലേ? ആർക്കറിയാം. ഇതിനകത്ത് ഞാൻ ആ പാടെ വാട്ടർ ബെഡറിൽ പോയപ്പോൾ 2-3 തുള്ളിച്ചാടുന്നുണ്ട്. വേണ്ട രേന പോണേ. അല്ല, ശരിക്കും ഇതിനകത്ത് ഡോൾഫിൻ ഉണ്ട്. ഡോൾഫിനോ? ആർക്കറിയാം, ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞു? ആർക്കറിയാം. അതേ നോക്ക്, കുറേ പേരിരിക്കുന്നു. ഇന്നാണെങ്കിൽ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല അല്ലേ? സാധാരണ ഇവിടെ റീൽസ് ചെയ്യാനും ഡാൻസും പാട്ടിനൊക്കെ കുറേ പേരെ കാണുന്നു. ഇന്ന് ആരുമില്ല. ഇതെന്തോ തുള്ളിച്ചടുപ്പോണ്. വന്നാ. ഹായ് ഗായ്സ്. അപ്പോൾ ഇത് സുഭാഷ് പാർക്കിൻ്റെ വീതിയിലൂടെ ഞങ്ങൾ മൂവർ സംഘങ്ങൾ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടല്ലേ? പിന്നെ കൊള്ളാലോ. എന്ത് ഇതുവഴി നമ്മൾ ഇതെന്തോ അടി അങ്ങ് അരി അശ്വതി അതല്ലേ ഫോട്ടോ വെച്ച്? അതെ അതെ, അങ്ങ് അകലെ കാണുന്നത് ഫോർട്ട് കൊച്ചിയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് മട്ടാഞ്ചേരി. നീ വാട്ടർ മെട്രോ കയറിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ കയറിയിട്ടുണ്ട്. പശുവിൽ എന്തായാലും വാട്ടർ മെട്രോ കയറിയിട്ടില്ല അല്ലേ? ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് വാട്ടർ മെട്രോയിൽ പോകും. അപ്പോൾ ഇവളെയും കൂടെ ഒക്കെ കൊണ്ടുപോയി നമുക്കങ്ങനെ പോയി മീനെയൊക്കെ തുള്ളിച്ചാടുന്നതൊക്കെ കണ്ടിട്ട് വരാം. ഡോൾഫിനൊക്കെ ചാടുമെന്ന് ആർക്കറിയാം. അതും കൂടെ ഒക്കെ നോക്കി ഇതുണ്ടോട്ടി. ഇനി ഇവിടെ ഇതെന്തോ ഇന്ന് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ? ആളില്ല, പക്ഷെ അപ്പുറത്ത് കുറേ തിരക്കൊക്കെ കണ്ടില്ലേ? മരങ്ങള് ഇവിടെ ഒക്കെ ഭയങ്കര നീറ്റാ, നല്ല തൂത്ത് വാരിയിട്ട്. ഈ ബോർഡൊക്കെ പുതുതായിട്ട് വെച്ചാണോ? അല്ല, അല്ല, ഇതിപ്പം പുതുതായിട്ട് വെച്ചാ തോന്നുന്നു. ഞാൻ ഇവിടെ എത്ര തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നോക്കടി. ഇതിന്റെ ഒരെണ്ണം പോലെ ഇവിടെ കാണാനില്ലല്ലോ. എന്തേ മറപ്പ് നിൽക്കുന്നുണ്ട്? ഇനി നമ്മുടെ മറ്റേ പണ്ട് വീടിന്റെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരുമാതിരി ഇതിനൊരു വയലറ്റും ഉണ്ട്, വെള്ളയുണ്ട്. ഇതൊരു കാട്ടുചെടിയല്ലേ? കമ്മ്യൂണിസ്റ്റ് വെച്ച് എന്ത് വെച്ചത് ഇത്? ഇതാണ്. അതാണ്ട പോണ്. എന്താ ചിരി. ഇനി വള്ളിപ്പടപ്പുകൾക്കിടയിലൂടെ രേനതാണ്ട പോണ്. കൊണ്ടുണ്ട് പറയുന്നുണ്ട്. പൊക്കോ. മീരയുടെ സ്ഥലമെത്തി ഗൈസ്. ഏത് പാർക്കാണ് കേട്ടോ ഗൈസ്, വേറൊന്നുമല്ല. അങ്ങനെ തെളിച്ചു തരാം. നീ എന്താ പറയണേ? അങ്ങനെ മീരയുടെ പ്ലേസ് എത്തിയിട്ടുണ്ട്. ശരിയല്ലേ? ഇതൊക്കെ നമുക്ക്. പക്ഷെ നമ്മൾ അന്ന് വന്നപ്പോ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു മീര. ഇപ്പൊ ഒരു പിള്ളേരെയും കാണുന്നില്ല. ക്ലാസ് ഉണ്ട്. അല്ല, ഈ സമയല്ലേ? എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ ഗായ്സ്, ബൈ. ബൈ.